ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഗരം മസാലപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു മസാലപ്പൊടി നമുക്ക് സ്നാക്സിലേക്കും അതുപോലെ തന്നെ കറികൾക്കും ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മസാലപ്പൊടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്കുള്ള സ്പൈസസൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഏലക്ക ഒരു 2 ടേബിൾ സ്പൂണോളം ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 8-10 പട്ട, ഇതുപോലെ ഒരു നീളത്തിലുള്ള പട്ടയാണ്, നമുക്ക് ഏത് ആണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണ് ഗ്രാമ്പു എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജാതിക്ക, ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണ് വലിയ ജീരകം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിതെല്ലാം ചേർത്തെടുക്കണം. ജാതിക്ക വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി, ബാക്കിയൊക്കെ ഈ ഒരു മസാലപ്പൊടിക്ക് വേണം. അപ്പോൾ അതാ നമ്മളിനി ഇത് ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. ഫ്രൈ പാനിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ടൊരു ഫ്രൈ പാന് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉലുവ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ ഇളക്കിയിട്ട് നമുക്ക് ചൂടാക്കി എടുക്കണം. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ കൈ വിടാതെ തന്നെ ഇളക്കി ഒരു ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ അതിലുള്ള അതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് ഇതിൽ ഇറങ്ങി വരും. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു മസാലപ്പൊടിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് വറുത്തെടുത്താൽ നമുക്ക് കുറേ കാലമൊക്കെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാ നമ്മളിത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതിനായിട്ട് നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കുക. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിൽ വെള്ളത്തിൻ്റെ ഈർപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു തുണി കൊണ്ട് ഉണ്ടെങ്കിലും നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അതാ ഞാനൊരു ബോട്ടിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പ്രത്യേകിച്ചും ഈ ഒരു നോമ്പിനൊക്കെ സ്നാക്സിലേക്കും കറികൾക്കും ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മസാലപ്പൊടിയാണ്. ഈ ഒരു മസാലപ്പൊടി നമുക്ക് ഒരു 1.5 മാസത്തേക്കൊക്കെ ഇതന്നെ യൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു 3 മാസം വരെയൊക്കെ ഇതിൻ്റെ ഫ്ലേവറൊന്നും നഷ്ടപ്പെടാതെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്